അത് അതിന്റെ പ്രൊഡ്യൂസറിനോടും ഡയറക്ടറോടും പോയി ചോദിക്കേണ്ടി വരും. ഞാൻ അഭിനയിച്ചിട്ടേ ഉള്ളൂ, എന്താ വെച്ചാൽ എല്ലാം അറിയണമെന്നില്ലല്ലോ. ഓ, എനിക്ക് വേറെ കുറെ പണിയുണ്ട് ബ്രോ. ഇപ്പൊ ഞാൻ വേറെ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോയി അന്വേഷിച്ചാൽ എന്റെ അറിയിച്ചാൽ മതി. എനിക്ക് വേറെ പണിയുണ്ട്. സോറി. 100% അച്ഛന് പിറന്ന മകൻ എന്ന് പറയില്ലേ, ഇതാണ് ഐറ്റം. എന്താണോ അച്ഛനിൽ ഉള്ള ആ ക്വാളിറ്റി അതേപോലെ ഈ മകന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നാൾ JSK തൻ്റെ മകനാണെന്നും പറഞ്ഞ് കൊണ്ട് നടന്നിരുന്നതാണ്. ആ JSKയുടെ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഏതെങ്കിലും ആളുകളുടെ കുട്ടിയുടെ പിറന്നാളുണ്ടെങ്കിൽ അതിനെപ്പറ്റി വരെ വാദോരാതെ സംസാരിച്ച് JSKയിൽ അനുപമ അങ്ങനെ, JSKയിൽ ഞാനിങ്ങനെ, എൻ്റെ അച്ഛൻ സൂപ്പർ സ്റ്റാർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വാദോരാതെ സംസാരിച്ചിരുന്നവനാണ്. ഇന്നിപ്പോൾ JSKയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ആ സിനിമയോടനുബന്ധിച്ച് വരുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മോൻ വെറും ഒരു അഭിനേതാവാണ്, അത് ആ അച്ഛൻ്റെ മകൻ, ആ അച്ഛൻ്റെ പൊന്നു മോൻ, ആ ചോദ്യങ്ങളിലോട്ട് പോലും ചെല്ലരുതെന്ന് വിചാരിച്ചിട്ട് എന്ത് നൈസായിട്ടാണ് ഒഴിവാവണം. ഇതാണ് സുരേഷ് ഗോപിയുടെ മകൻ തന്നെ എന്ന് വിചാരിച്ചിട്ട് ആളുകൾക്ക് ആ ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ചോദ്യം വന്ന സമയത്ത് എന്താണ് ആ മകൻ പറഞ്ഞതെന്നുള്ളത് കേൾക്കാം. Everybody has the rights. അതേപോലെ സിനിമ പ്രൊഡ്യൂസേഴ്സിനും നടന്മാർക്കും റൈറ്റ്സ് ഉണ്ട്. സെൻസർ ബോർഡിനെതിരെ ഒന്നും സിനിമ പ്രവർത്തക സംവിധായകർ ഒഴിച്ച് വേറെ ആരും സംസാരിച്ച് കണ്ടില്ല. ഏതാ ഞാൻ ഇനി വല്ലതും പറഞ്ഞിട്ട് അതിനെ വളച്ചൊടിച്ച് പറയാനല്ലേ. സോറി. സുരേഷ് ഗോപി ആയാൽ പോലും അതിനെതിരെ സുരേഷ് ഗോപി ആയതുകൊണ്ട് എന്താ അതിനെ റൂൾസ് വളച്ചൊടിക്കണമെന്നാണ്. രീതിയിലായാലും നായകനും നല്ല മന്ത്രിയും നല്ലൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എൻ്റെ അച്ഛനെ ചെയ്യത്തില്ല. ഏത് ഈ മലയാള സിനിമയ്ക്ക് ജാനകി എന്നുള്ള പേരിട്ടത് സെൻസർ ബോർഡിൻ്റെ റൂളിലുള്ളതാണ്. അപ്പോൾ ആ റൂള് വളച്ചൊടിക്കാൻ എൻ്റെ അച്ഛനെന്ന മനുഷ്യന് സാധിക്കില്ല എന്ന്. ഇതിപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഇന്ത്യയിൽ ദൈവങ്ങളുടെ പേര് വെച്ചിട്ടൊരു സിനിമയൊക്കെ വരുന്നത്. അത് സെൻസർ ബോർഡിൻ്റെ റൂളിലുള്ളതാണെന്നാണ് ഈ മകൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അച്ഛൻ പറഞ്ഞതുപോലെ. അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വളച്ചൊടിക്കും. അല്ലാതെ അഭിപ്രായം പറയാനില്ലാത്തതുകൊണ്ടല്ല, സ്വന്തം സിനിമയായിട്ട് പോലും അതിന് പൈസ വാങ്ങിയിട്ട് ആ പൈസ കൊണ്ടുപോയി ഞണ്ണിയിട്ട് ആ സിനിമയോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇത്രയും നിരുത്തരവാദിത്വപരമായിട്ട് ഇങ്ങനെ തള്ളി പറയൂ. അതാണ് കാര്യത്തോടടുക്കുന്ന സമയത്ത് തനി സംഗീത ഗുണം കാണിക്കുന്നു പറഞ്ഞില്ലേ, ആ പരിപാടിയാണ്. സ്വന്തം സിനിമയാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാരും ഗവൺമെൻറ്റും എന്തെങ്കിലും ഉടായ്പമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ താങ്ങുക. സ്വന്തം സിനിമയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്. അപ്പോൾ ബാക്കിയുള്ള സിനിമാക്കാരുടെ വിഷമവും ഇതൊക്കെ ഈ പുള്ളിക്ക് വല്ലതും മനസ്സിലാകുമോ? അപ്പം 100% ആ അച്ഛൻ്റെ അച്ചിലുണ്ടായ മുതൽ ഇതാണ് മറ്റേ പാരമ്പര്യം എന്ന് പറയുമല്ലോ, സുരേഷ് ഗോപിക്ക് ഹെറിഡിറ്റി എന്നൊക്കെ പറയില്ലേ, ആ മുതൽ ഇതാണ്. അച്ഛൻ്റെ സ്വഭാവം ഈ മകനും അഭിനയിക്കാനുള്ള കഴിവ് മൂത്ത മകനുമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലും കൃത്യമായിട്ട് എങ്ങനെ മറുപടി പറയും? എന്ത് സ്പഷ്ടമായിട്ടാണ് മാധവ് സുരേഷ് പറഞ്ഞത്. ഇത്രയും നാൾ ഇംഗ്ലീഷിലും ജാപ്പനീസിലും പറയാത്ത ഭാഷകളിലില്ല, എന്ത് കാര്യമാണെങ്കിലും ഇങ്ങനെ കയ്യൊക്കെ വെച്ചിട്ട് ആ ഒരു സാധനമൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് തന്നുകൊണ്ടിരുന്നിരുന്ന മുതലാണ്. ഇന്ന് ഇപ്പോൾ കറക്റ്റായിട്ട് ചോദിക്കേണ്ട ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഓടുക, വണ്ടി കയറി അങ്ങ് പോവുക, വേറെ എന്തെങ്കിലും ചോദിക്കുക. വേറെ ജപ്പാനിലെ കാര്യം വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന് സംസാരിക്കാനുണ്ടാവും. കാനഡയിലെ കാര്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലോട്ട് ഓഫ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. സ്വന്തം സിനിമയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞല്ലോ, ഇനി ഇതിൽ കൂടുതൽ എന്ത് മറുപടി പറയാനാണ് എന്നാണ് ചോദിക്കണേ. മുത്ത് ഭാവിയിലെ സൂപ്പർ സ്റ്റാർ എന്നല്ല, ഭാവിയിലെ മുഖ്യമന്ത്രിയാണ് ഈ ഇരിക്കണേ. ഇത്രയും സ്പഷ്ടമായിട്ടുള്ള ഒരു മറുപടി വേറെ ആരും നിന്ന് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ ഇത്രയും വ്യക്തതയുള്ള ഒരു വ്യക്തിയെ പോലും ഞാൻ വേറെ കണ്ടിട്ടില്ല. അങ്ങനെ ബ്രോന്റെ മാത്രം അഭിപ്രായമായിരിക്കും. ചൊറിഞ്ഞ് മറ്റേത് ഇളകി. അച്ഛൻ്റെ പോലെ ആദ്യത്തെ വിനയവും മറ്റേ ആർട്ടിഫിഷ്യൽ സാധനങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് ഇനി സ്വന്തം സ്വഭാവം പുറത്തു വരും. എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അഭിനയിക്കുക. ആ ടോണൊക്കെ മാറിയതുകൊണ്ടില്ലേ, മറ്റേ സ്പഷ്ടതയും പൃഥ്വിരാജിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഇവിടെ ഇപ്പോൾ തനി സാധാരണക്കാരൻ്റെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ തുടങ്ങിയില്ലേ. അപ്പോൾ ഇത്രയും നാളത്തെ ആറ്റിറ്റ്യൂഡൊക്കെ ആക്ടിങ് ആയിരുന്നു എന്ന് മനസ്സിലായില്ലേ. ഈ കാണിക്കുന്നതിൻ്റെ 100-1 ആ കുമ്മാട്ടിക്കളിയിൽ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ട്രോള് വാങ്ങേണ്ടി വരില്ലായിരുന്നു. ഇതാണ് മുതൽ. ഭാവിയിലെ സൂപ്പർ സ്റ്റാർ, കേരളത്തിലെ ആളുകൾ അച്ഛനെ പോലെ സൂപ്പർ സ്റ്റാർ ആക്കേണ്ട മുതലാണ് ഈ പോകുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്.